ചേട്ടാ, തമിഴ്നാട്ടിൽ ഇപ്പോൾ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചിരിക്കുകയാണ്. എക്സിറ്റ് പോളുകൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് പ്രകാരം വിജയുടെ TVK പാർട്ടി അധികാരത്തിൽ വരുമെന്നുള്ള രീതിയിലുള്ള ഒരു അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇത് സ്റ്റാലിനും അതുപോലെ ADMK പാർട്ടിക്കും വെല്ലുവിളിയാവും. അതുപോലെ തന്നെ ഈ ജയലളിത, MGR അവരുടെ ഒരു പിൻഗാമിയായി വിജയ് പൊളിറ്റിക്സിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ഒരു രാഷ്ട്രീയ വിഷൻ? അല്ല, നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ തമിഴ് രാഷ്ട്രീയത്തിൽ സിനിമാ താരങ്ങൾ രാഷ്ട്രീയ നേതാക്കളാകുന്നതും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയാവുന്നതൊന്നും ഒരു പുതിയ കാഴ്ചയല്ല. കാരണം MGR ഉണ്ട്, കരുണാനിധിയുണ്ട്, ജയലളിതയുണ്ട്, വിജയകാന്ത് ഉണ്ട്. ഇങ്ങനെ നിരവധി സിനിമാ താരങ്ങൾ സൂപ്പർ സ്റ്റാറുകളായിരുന്നവരെല്ലാം രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ട്, മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. ചിലരെല്ലാം ഒരു മിന്നിമാഞ്ഞ് പോയിട്ടുമുണ്ട്. വിജയകാന്തൊക്കെ ഒരു ഇലക്ഷന് മാത്രം മാജിക് കാണിച്ച് പോയിട്ടുമുണ്ട്. പക്ഷെ വിജയ് വരുമ്പോൾ അതിവിടെ തമിഴ്നാട്ടിലുണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പം ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേയിലാണ് വിജയുടെ TVKക്ക് 120 മേൽ സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞേക്കുന്നത്. 234 അംഗ നിയമസഭയാണ് തമിഴ്നാട്ടിലുള്ളത്. 118 അംഗങ്ങളുടെ ഭൂരിപക്ഷം വേണം കേവല ഭൂരിപക്ഷത്തിൽ അധികാരം ഉറപ്പിക്കാൻ. ആക്സിസ് മൈ ഇന്ത്യ പറയുന്നത് 120 സീറ്റ് വരെ TVKക്ക് ലഭിക്കാമെന്നാണ്. ബാക്കി എല്ലാ സർവേ ഫലങ്ങളെല്ലാം വിലയിരുത്തുന്നത് DMK സർക്കിയം തന്നെ അധികാരം നിലനിർത്തുവാണ്. പക്ഷേ ഈ ഒരു സർവേ ഫലത്തിലൂടെ വരുന്ന ഒരു മാറ്റമുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യുവാക്കൾ എങ്ങനെയാണ് യുവാക്കളുടെ ഇടയിലേക്ക് വിജയ്ക്ക് ലഭിച്ച സ്വീകാര്യത, അല്ലെങ്കിൽ നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ യുവാക്കളിലുള്ള വിശ്വാസം നഷ്ടമായ അവസ്ഥ, ഇത് രണ്ടുമാണ് ഇപ്പൊ തമിഴ്നാട്ടിലെ ഈ സർവേ ഫലത്തിലൂടെ വ്യക്തമായിരിക്കുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ 60% വരുന്ന യുവത TVKയെ പിന്തുണയ്ക്കുന്നു എന്നാണ് സർവേയിൽ പറയുന്നത്. അതുപോലെ തന്നെ പുതിയ വോട്ടർമാരിൽ 55 ജെൻസി എന്ന് പറയുന്നത്, നമ്മൾ അങ്ങനെ പറയുന്ന 59% പേരെയും വിജയ്ക്കൊപ്പമാണെന്ന് പറയുന്നു. അപ്പൊ പരമ്പരാഗതമായി ദ്രാവിഡ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന DMKയും ADMKയും അവർക്കുള്ള വലിയ തിരിച്ചടിയാണിത്. കാരണം പുതിയ തലമുറയ്ക്ക് ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിലല്ല, മാറ്റം വേണം എന്ന് ചിന്തിക്കുന്ന എന്നാണ് ഈ ഫലം വരുന്നത്. അപ്പൊ വിജയുടെ TVKയെ തകർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ രാഷ്ട്രീയമായി ഒതുക്കാൻ വേണ്ടി നിരവധി ശ്രമങ്ങളെല്ലാം നടന്നു. പക്ഷെ അതിനെല്ലാം അതിജീവിച്ചാണ് വിജയ് മുന്നോട്ട് വന്നത്. വിജയ് തന്റെ പൊളിറ്റിക്സ് തന്റെ ഒരുപാട് സിനിമകളിലൂടെ പുറത്തു വരുത്തിയിട്ടുണ്ട്. അതായത് ഈ സർക്കാർ എന്ന സിനിമയിലൂടെ ഈ ലേബൽ പതിപ്പിച്ച ഉൽപ്പന്നങ്ങൾ കത്തിക്കുന്നതിലൂടെയും, പിന്നെ അഴിമതിക്കെതിരായി ആഞ്ഞടിക്കുന്ന ഒരു നായകൻ, സൂപ്പർ ഹീറോ ഒരു താരത്തിലൂടെ, അത് തന്നെയായിരിക്കും ഈ തമിഴക വെട്ടർ കഴകത്തിന്റെ നായകനായ വിജയ് ഈ ഒരു പര്യടനത്തിലും അല്ലെങ്കിൽ പ്രചാരണത്തിലും അത് ആ ഒരു അനുകരിച്ചിരിക്കുന്നത്. അല്ല, നമ്മൾ ഫാൻ ബേസ് നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിലെ വലിയൊരു ആരാധകരുടെ പിന്തുണയുള്ള ഒരു നടനാണ് വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ BJPയുടെ സംഘപരിവാർ നയങ്ങളെ വളരെ ശക്തമായി എതിർക്കുകയും ആ രീതിയിൽ സംസാരിക്കുകയും, അതുപോലെ തന്നെ തമിഴ്നാട് രാഷ്ട്രീയം, തമിഴൻ എന്നുള്ള വികാരം ഉയർത്തണം എന്നെല്ലാം പറഞ്ഞ് ആവേശത്തെ ഭരിതരാക്കുന്ന രീതിയിലുള്ള സംസാരിക്കുക, സിനിമകളിലൂടെ ആ രാഷ്ട്രീയം പറയുക. അതിനുശേഷമാണ് ഈ TVK എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് വന്നത്. പക്ഷേ വിജയ്ക്ക് ആകെ വന്ന ആ വരവിൽ ഒരു പിഴവ് പറ്റിയതാണ് കരൂർ ദുരന്തത്തിൽ സംഭവിച്ചത്. ആ ദുരന്ത സമയത്ത് വിജയ് അവിടെ നിന്ന് ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചില്ല എന്ന് പറയുന്ന ഒരു തിരിച്ചടി, ബ്ലാക്ക് മാർക്ക് നിലവിൽ തന്നെ ഉണ്ട്. ആ തിരിച്ചടിയിൽ നിന്നാണ് വിജയ് പിന്നീട് വന്നത്. ഇപ്പൊ വിജയുടെ ഓരോ റാലികൾ നടത്തുമ്പോൾ ആ റാലി എങ്ങനെ നടത്തണം, ആ റാലി എങ്ങനെ മുടക്കാം എന്നെല്ലാം രാഷ്ട്രീയവും സർക്കാരും DMK സർക്കാരും മാക്സിമം TVKയുടെ റാലികളെ എങ്ങനെ തടസ്സപ്പെടുത്താമെന്നാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ആ റാലികളിലേക്ക് വരുന്ന ജനക്കൂട്ടം ഉണ്ടായിരുന്നു. വിജയ് എന്ന സിനിമാ താരത്തെ കാണാനാണോ, വിജയ് എന്ന രാഷ്ട്രീയ നേതാവിനെ കേൾക്കാനാണോ എന്നുള്ളത് മെയ് 4 അറിയാൻ പറ്റുള്ളൂ. ഈ കണ്ട ആൾക്കൂട്ടം, ഈ കണ്ട തിരക്ക്, ഇതെല്ലാം വോട്ടായി വിജയുടെ പെട്ടികളിലേക്ക് അല്ലെങ്കിൽ ആ വിസിൽ ചിഹ്നത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. എത്തിയിട്ടുണ്ടെങ്കിൽ അത് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ വലിയൊരു മാറ്റമാണ്. ദ്രാവിഡ രാഷ്ട്രീയം മാറുകയാണ്, പുതിയ ചരിത്രമാവുകയാണ് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ഇപ്പൊ ഈ ഒരു തെലുങ്ക് ദേശത്തേക്ക് നോക്കുകയാണെങ്കിൽ, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ബാലയ്യ, അദ്ദേഹത്തിന്റെ ഒരു പാർട്ടിയുണ്ട്. അത് മാത്രമല്ല പവൻ കല്യാൺ, ഇവരെല്ലാം നിയമസഭാ സാമാജികരും മന്ത്രിമാരുമെല്ലാം. പക്ഷെ അവരെക്കാൾ കൂടുതൽ ക്രൗഡാണ് ഈ വിജയ്ക്ക് തമിഴ്നാട്ടിൽ മാത്രമല്ല പാൻ ഇന്ത്യ രീതിയിലുള്ള ഒരു റീച്ചാണ് അദ്ദേഹത്തിന്റെ ആ രാഷ്ട്രീയ പ്രവേശനത്തിലൂടെ ലഭിച്ചിരിക്കുന്നത്. ഈ സിനിമകളിൽ കത്തിക്കയറുന്ന നായകനേക്കാൾ കൂടുതൽ ആവശ്യത്തോടെയാണ് വിജയെ ഈ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന ലേബലിൽ തന്റെ ഫാൻസ് എന്ന് തന്നെ വേണം പറയാൻ, അണികൾ എന്നല്ല, ഫാൻസ് എന്ന് വേണം പറയാൻ, അവര് സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ അവരുടെ ഒരു താരമൂല്യം
ഈ ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു രാഷ്ട്രീയ പ്രവേശനത്തിലേക്ക് ഒരു ഫാക്ടർ ആയിട്ടുണ്ടാവില്ല? അല്ല, തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയ് എന്ന് പറയുന്ന നായകനെ അവർ എത്രത്തോളം ആരാധിക്കുന്നു. നമ്മളിപ്പോൾ ആക്സിസ് ഇന്ത്യയുടെ സർവേ ഫലം നോക്കിക്കഴിഞ്ഞാൽ അതിൽ 39% പേരും മുഖ്യമന്ത്രി ആവണം എന്ന് പറയുന്നത് വിജയിയാണ്. നിലവിലെ മുഖ്യമന്ത്രി വളരെ ശക്തനായ ഭരണാധികാരിയാണ്, സംഘപരിവാറിനെതിരെ സംസാരിക്കുന്നുണ്ട്, ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെ സംസാരിക്കുന്നു, മോദിക്കെതിരെ നേരിട്ട് നിന്ന് പോരാടുന്ന സ്റ്റാലിന് പോലും 37% പിന്തുണയേ ഉള്ളൂ. അപ്പൊ ജനങ്ങൾ ഒരു മാറ്റത്തിനൊപ്പം മാറ്റം വരുമ്പോൾ അവർക്ക് വിജയ് എന്ന് പറയുന്ന നായകൻ, അവര് സ്ക്രീനിൽ കണ്ട നായകൻ അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുമെന്നും അവരവരുടെ ജീവിതത്തിൽ അതേ സിനിമയിൽ കണ്ടതിൽ നിന്ന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് അവർ ഇതെല്ലാം പറയുന്ന 39% പേര് പറഞ്ഞത്. പിന്നെ വിജയുടെ പ്രകടന പത്രികയും ഇതും നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം എപ്പോഴും വാരിക്കോരി ജനങ്ങൾക്ക് നൽകും എന്ന് പറയുന്ന വാഗ്ദാനങ്ങൾ കൊടുക്കുന്ന ഒരു സൗജന്യങ്ങളും കാര്യങ്ങളും എല്ലാം അതിൽ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ MK സ്റ്റാലിനെ പോലെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാൾ, അയാൾക്ക് മുന്നിൽ ഈ ഒരു വിജയിയുടെ ഒരു എന്താ പറയുക സ്റ്റാർഡം വെല്ലുവിളിയാവുമോ? അല്ല, DMK എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു പ്രത്യേകതയുള്ളത്, DMK ഒരു കേഡർ സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതാണ് സ്റ്റാലിന്റെ കരുത്തും. ആ കരുത്ത് TVK ഇല്ല. TVK എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വ്യക്തമായ ഒരു ആദർശമില്ല, ഒരു രാഷ്ട്രീയ ലക്ഷ്യം മുന്നോട്ട് വയ്ക്കാനില്ല. അതൊരു ഫാൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു വ്യക്തിക്ക് വേണ്ടി കൂട്ടം കൂടി ഒരു വ്യക്തി, അതായത് വിജയ് എന്ന് പറയുന്ന അവരുടെ നായകന് ചുറ്റും കറങ്ങുന്ന ഒരു ഫാൻസിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷേ സ്റ്റാലിന്റെ ശക്തി എന്താണ്? DMK എന്ന് പറയുന്ന ഇത്രയും പാരമ്പര്യമുള്ള അതുപോലെ തന്നെ കേഡർ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇലക്ഷൻ മെക്കാനിസം ഭംഗിയായി ചലിപ്പിച്ചിരിക്കുക DMK ആയിരിക്കും. കാരണം അവർക്ക് അത്രയും എക്സ്പീരിയൻസ് ഉണ്ട്, അവർക്ക് അത്രയും നല്ല നേതാക്കളുണ്ട്, ഭരണമുണ്ട്. അതുകൊണ്ട് തന്നെ അത് ചലിച്ചിട്ടുണ്ടാവും. തുടക്കത്തിലെ MK സ്റ്റാലിനും വിജയും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു അവസ്ഥ, അതായത് ഇലക്ഷൻ തുടങ്ങിയപ്പോൾ മുതൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പോരാട്ടത്തിലാണ്. ഭാഷയെ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനങ്ങൾ പറയുന്നു, ഓരോ കേസുകൾ കാര്യങ്ങളും എല്ലാം പറയുന്നു. അത് മാത്രമല്ല, വിജയുടെ ആസ്തി കണക്കുകളിൽ അദ്ദേഹത്തിന്റെ മറ്റ് കണക്കുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ഒരു പ്രചരണം അഴിച്ചുവിട്ടിരുന്നു. ഇതെല്ലാം വിജയ്ക്ക് ഒരു തിരിച്ചടിയാവില്ലേ? അല്ല, ഇത് സംഭവം എന്ന് പറഞ്ഞാൽ DMKയും സ്റ്റാലിനും കൂടി കൃത്യമായി ഒരു രാഷ്ട്രീയ നാടകമറ്റ് അല്ലെങ്കിൽ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണ്. കാരണം അവിടെയുള്ള BJPയും ADMKയും അല്ല പ്രധാന എതിരാളി, ഞങ്ങളുടെ പ്രധാന എതിരാളി TVK ആണ് എന്നൊരു നറേറ്റീവ് അവിടെ സൃഷ്ടിച്ചതാണ് DMK ചെയ്തത്. കാരണം ADMKക്കുള്ള സ്വാധീനം കുറയ്ക്കുക, BJPയിലേക്കുള്ള സ്വാധീനം കുറയ്ക്കുക, അതിന് പകരം പുതിയതായി വന്ന അവർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന TVKയെ ആക്രമിക്കുക, വിജയ് ആക്രമിക്കുക. ഇതായിരുന്നു ആ തന്ത്രം. അവളെ ഗംഭീരമായും ഭംഗിയായും സ്റ്റാലിൻ ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വിജയ്ക്കെതിരെ വന്ന ആരോപണങ്ങൾ. പിന്നെ അതുപോലെ തന്നെ വിജയുടെ ചില പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ കരൂർ ദുരന്തത്തിൽ സംഭവിച്ച പിഴവ്, അതുപോലെ തന്നെ കൃത്യമായ സ്വത്ത് വിവരങ്ങൾ രേഖപ്പെടുത്തിയില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, പുതുതായിട്ട് വന്ന രാഷ്ട്രീയ നേതാവ്, പുതുതായിട്ട് വന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, ആദ്യമായി നേരിടുന്ന ഇലക്ഷൻ, അതിലൊക്കെ വരുന്ന സ്വാഭാവികമായ വീഴ്ചകളും ഇതൊക്കെയാണ്. ഇത് തിരുത്തി വരണം. ഇത് തിരുത്തി എത്രത്തോളം വരും, അല്ലെങ്കിൽ ഇവർ പറഞ്ഞത്, വിജയ് പറഞ്ഞത്, ആരൊക്കെ ഇത് തെരഞ്ഞെടുത്തി ആരൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വിജയ്ക്ക് പിന്നിലൂടെ ബാക്കി മത്സരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇവരൊക്കെ ആരാണ്? ഇവർക്ക് ജനങ്ങളുടെ ഇടയിൽ പിന്തുണയുണ്ടോ? ഇവർ വിജയിക്കുമോ? അതാണ് ഇതിൽ ഏറ്റവും വലിയ ഘടകം. കാരണം നമ്മളിപ്പോഴും TVK എന്ന് പറഞ്ഞാൽ വിജയാണ്. വിജയ് മാത്രം ജയിച്ചാൽ പോരാ, 120 MLA-മാരും ജയിക്കണം. അപ്പൊ 119 പേർ ആരൊക്കെയാണ്? ഇവർക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം എത്രത്തോളം ഉണ്ട്? ഇവരെങ്ങനെയാണ് വിജയ് സെലക്ട് ചെയ്തത്? വിജയ് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് മറ്റു പേരുകളല്ല, 120 മണ്ഡലങ്ങളിൽ ഞാൻ തന്നെയാണ് മത്സരിക്കുന്നത്, ഞാൻ തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥി, അതായത് മറ്റുള്ള സ്ഥാനാർത്ഥികളിൽ എന്നെ കാണണം എന്നാണ് വിജയ് പറയുന്നത്. അല്ല, അത് വിജയുടെ ഒരു കോൺഫിഡൻഷ്യൽ ഭാഗമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 സംഘഗാനം ഒരിക്കലും ഒറ്റയ്ക്ക് പാടാൻ പറ്റത്തില്ലല്ലോ. അത് തന്നെയാണ് കാര്യം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയ്ക്ക് പിന്നിൽ ആരാണ്? വിജയുടെ അടുത്ത സ്ട്രെച്ചിലുള്ള നേതാക്കൾ ആരാണ്? അവർക്ക് ജനപിന്തുണയുണ്ടോ, അല്ലെങ്കിൽ ഈ മത്സരിച്ചവർക്ക് ജനപിന്തുണയുണ്ടോ എന്നുള്ള ഒരു വലിയ ചോദ്യം നിൽക്കുകയാണ്. കാരണം ഈ പറയുന്നത് TVKയുടെ നേതാക്കളിൽ മറ്റുള്ളവർ ആരും വിജയ് നിൽക്കുന്നത് പോലെ മുന്നിൽ വന്ന് നിന്നിട്ടില്ല. അപ്പൊ വിജയെ മാത്രം വിശ്വസിച്ച് 120 പേർക്കും വോട്ട് ചെയ്യുമോ എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട്. ഈ ചോദ്യത്തിന് ഉത്തരമാണ് നമുക്ക് മെയ് 4 കിട്ടാൻ പോകുന്നത്.